ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്ന് അനുവിൻ്റെ ഫാമിലിയും അതുപോലെ ജിസേലിൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നല്ലോ. ആരിൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എത്ര പേര് നോട്ട് ചെയ്തെന്ന് കാണുമെന്ന് എനിക്കറിയത്തില്ല. ജിസേലിൻ്റെ ഫാമിലി വന്ന സമയത്ത് ജിസേൽ അമ്മയെടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് എന്ത് കാര്യമാണെന്ന് നമ്മളെല്ലാവരും ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എത്ര പേര് നോട്ട് ചെയ്തെന്ന് അറിയത്തില്ല. ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമുണ്ട്. സാധാരണ നമ്മളെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മാസമോ 2 മാസമോ അല്ലെങ്കിൽ വിദേശത്തൊക്കെ പോയി വരുന്ന സമയത്ത് അല്ലെ കുറേ നാൾ നമ്മളെ വീട്ടിലുള്ള ആൾക്കാരെ കാണാതിരിക്കുന്ന സമയത്ത് അപ്പം പെട്ടെന്നൊരു ദിവസം കാണുമ്പോഴത്തേക്ക് വിശേഷങ്ങളാണ് തിരക്കുന്നത്. വീട്ടിലെല്ലാവർക്കും സുഖമാണോ, അമ്മയ്ക്ക് സുഖമാണോ, അതുപോലെ ഫാദറിന് സുഖമാണോ, സിസ്റ്റേഴ്സിന് സുഖമാണോ, ബ്രദേഴ്സിന് സുഖമാണോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെയാണ് നമ്മൾ തിരക്കുന്നത്. ഇവിടെ ജിസേലിൻ്റെ അമ്മ വന്നിട്ട് ജിസേൽ ആകെ അവിടെ തിരക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ? എൻ്റെ മേക്കപ്പ് സെറ്റ് എന്തി, എല്ലാം അവിടെ ഉണ്ടോ, എന്തോ മേക്കപ്പ് സെറ്റ് എന്താ കൊണ്ടുവരാഞ്ഞത്, എന്താ കൊടുത്തയക്കാഞ്ഞത്, എനിക്ക് ഡ്രസ്സ് എന്താ കൊടുത്തയക്കാഞ്ഞത്, എൻ്റെ ലിപ്റ്റിക്ക് എന്താ കൊടുത്തയക്കാഞ്ഞത്, എൻ്റെ കണ്ണി എഴുതുന്ന മറ്റേ സാധനം എന്താ കൊടുത്തയക്കാഞ്ഞത്, എന്തു വാടേ ഇത്? ജിസേലിൻ്റെ സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യൻ തന്നെയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി കേട്ടോ. വേറൊന്നുമല്ല, കാരണം ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നതിന് ശേഷമാണ് ഈ ജിസേലിൻ്റെ മദറിൻ്റെ അനിയത്തി എങ്ങാണ്ട് മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനെപ്പറ്റി ഒരു വാക്ക് ചോദിക്കുക പോലും ചെയ്തില്ല ഈ ജിസേല്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനത് നോട്ട് ചെയ്തായിരുന്നു. ഇവരൊക്കെ എന്തുവാടെ, ഒരു മനുഷ്യനാണോ ഇത്? ഈ ലോകത്ത് മതിമറന്ന് ജീവിക്കുന്ന ആൾക്കാരെ പോലെയാണ് ഇവരൊക്കെ ജീവിക്കുന്നതാണ് ഇതിലൂടെ എനിക്ക് മനസ്സിലായത്. അവരൊക്കെ എന്തോ ലൈഫ് സ്റ്റൈലിൻ്റെ പേരും പറഞ്ഞിട്ട് കുറച്ച് ലിപ്സ്റ്റിക്ക്, കുറച്ച് ചുണ്ണാമ്പ്, കുറച്ച് മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ വാരി മുഖത്തോട്ടിടുക, കുറച്ച് ഡ്രസ്സും വാരി നൂല് പോലത്തുള്ള കുറച്ച് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇറങ്ങും. ഇതൊക്കെയാണ് അവരുടെ ജീവിതം. അതിനിടയ്ക്ക് അമ്മയ്ക്ക് സുഖമാണോ, അല്ലെങ്കിൽ അച്ഛന് സുഖമാണോ, അല്ലെങ്കിൽ അനിയന്മാർക്ക് സുഖമാണോ, അനിയത്തിക്ക് സുഖമാണോ, ഇതൊന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതിലൊരാളായിട്ടാണ് എനിക്ക് ഇന്ന് ജിസേലിനെ കാണാൻ പറ്റിയത്. കാരണം ആ അമ്മ വന്നിട്ട് ജിസേലിന് വേറെ ഒന്നും സംസാരിക്കാനില്ല. അമ്മയ്ക്ക് സുഖമാണോ, അല്ലെങ്കിൽ അച്ഛന് സുഖമാണോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് സുഖമാണോ, അറ്റ്ലീസ്റ്റ് ഒന്നും വേണ്ട. ആ അമ്മയുടെ അനിയത്തിയാണ് മരിച്ചത്. അവർ എങ്ങനെ പെട്ടെന്ന് അതിനെ പറ്റിയിട്ടെങ്കിലും ഒന്ന് വിശേഷം ഒന്ന് ചോദിക്കായിരുന്നു. എന്ത് പറ്റിയതാണ്, പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചാണോ? ഇതൊന്നും ചോദിച്ചില്ല. അവിടെ കുറച്ച് മറ്റേ ചുണ്ണാമ്പും മേക്കപ്പും ലിപ്സ്റ്റിക്കും കുറച്ച് കരിയും മാത്രം മതി. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ കൊടുത്തു വേണേ, കുറച്ച് മേക്കപ്പ് സെറ്റുകളൊക്കെ കൊടുത്തു വേണേ, ഞാനിവിടെ മേക്കപ്പ് ഇല്ലാതെ ഞാൻ ഈ തൊലി ഉരിഞ്ഞു പോയാലോ എന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. എന്തായാലും കൊള്ളാം, നല്ല അടിപൊളി ഫാമിലി. പിന്നെ അതേ കണക്ക് അനുമോളെ ഫാമിലി നോക്കിക്കേ അല്ലേ. അനുമോള് വന്ന സമയം തൊട്ട് അച്ഛന് സുഖമാണോ, എല്ലാവർക്കും സുഖമാണോ, വേറെ ഒന്നും പുള്ളിക്കാരിക്ക് അറിയണ്ട. ഫാമിലി എങ്ങനെ ഇരിക്കുന്നു എന്ന് അറിഞ്ഞാൽ മാത്രം മതി. അച്ഛൻ്റെ കാലിന് അച്ഛന് പ്രത്യേകിച്ച് അച്ഛൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട്. കാരണം അമ്മ വന്നല്ലോ, അപ്പം അച്ഛനെന്താ വരാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അച്ഛന് കാല് വയ്യാത്തതുകൊണ്ടാണ് വരാത്തതെന്ന് അനുവിൻ്റെ അമ്മ പറയുന്നുണ്ട്. അതൊക്കെയാണ് സ്നേഹം. അല്ലാതെ ഇതൊക്കെ എന്തോ ചുമ്മാ അല്ലേ, എന്തോന്നാണ് ഇതൊക്കെ? അറ്റ്ലീസ്റ്റ് ആ അമ്മയുടെ അനിയത്തി മരിച്ചതിനെ പറ്റിയിട്ടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. ഞാൻ വിചാരിച്ചു അതെങ്കിലും ഒന്ന് ചോദിക്കുന്നു കേട്ടോ. അതൊന്നും ചോദിച്ചില്ല. പിന്നെ ലൈവിനകത്ത് ഇന്ന് സ്പൈക്കുട്ടൻ കയറി വന്നിട്ട് അപ്പം കണ്ണാമ്പുമ്പിയുടെ ഒക്കെ പാട്ടിട്ട് കൊടുക്കുന്നുണ്ട് ബിഗ് ബോസ്. അപ്പോൾ വേറൊരു കാര്യം പറയാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരു എപ്പിസോഡിനകത്ത് കാണാം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷും അക്ബറും കിടന്ന് അവിടെ ഭയങ്കര അടി, മാസ് അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് അടി. സംഭവം അക്ബറിൻ്റെ അടുത്ത് ഉമ്മ വന്നിട്ട് പറഞ്ഞല്ലോ, മോനെ മറ്റേ ബീൻ ബാഗിൽ നിന്നൊന്ന് എണ്ണിക്കാൻ. അപ്പൊ അതിൽ പിന്നെ അക്ബറിന് എവിടുന്ന് കണ്ടൊക്കെ കുറേ എനർജി വന്നല്ല. ഇപ്പൊ ആ പരിസരത്തോട്ടേ പോകുന്നില്ല. ഇപ്പൊ ചുമ്മാ അനാവശ്യമായിട്ട് വഴിയെ പോകുന്ന വള്ളിയൊക്കെ എടുത്ത് തലയിടുന്നതായിട്ടാണ് അക്ബറിന്റെ കാണുന്നത്. അപ്പം ഉമ്മയുടെ മോട്ടിവേഷൻ എനിക്ക് തോന്നുന്നു ഏറ്റിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഇന്ന് കിച്ചണിൽ വെച്ചിട്ട് അക്ബർ ആദ്യം മാവ് കുഴച്ചിട്ട് പുള്ളിക്കാരൻ കുറച്ച് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചപ്പാത്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അത് പോരാ എന്ന് പറഞ്ഞിട്ട് അനീഷ് വീണ്ടും വന്ന് ഇട്ട് കുഴയ്ക്കുന്നുണ്ട്. അപ്പൊ അക്ബർ പറയുന്നുണ്ട്, ഓൾറെഡി നീ എന്തിനാ കുഴയ്ക്കുന്നത്, ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചേ, കുറേ വട്ടം ഞാൻ കുഴച്ച് അത് ഓൾറെഡി കുഴഞ്ഞിരിക്കുവാണ് എന്ന് അക്ബർ അവിടെ നിന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റ്, ഒരു സംസാരമാണ്. പക്ഷെ ഇവർ ഭയങ്കര മാസ് രീതിയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നത്.
അക്ബറിന്റെ ഒരു വലിയൊരു ആളാന്നുള്ള രീതിയിലുള്ള സംസാരം മാറ്റുക എന്നൊക്കെ പറഞ്ഞ് അനീഷ് അങ്ങോട്ട് മാസ് രീതിയിൽ ഡയലോഗ് അടിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് അക്ബറും പറയുന്നുണ്ട്, പോടാ അനീഷ് ആരാണ്, നീ ആരാണ്, അനീഷ് ആരാണെന്നൊക്കെ പറഞ്ഞ് മാസ് രീതിയിൽ ഡയലോഗ് അടിക്കുന്നു. ഇത് ഏറ്റവും വലിയ കോമഡി അതല്ല, സത്യം പറഞ്ഞാൽ ഈ ഒരു ഫൈറ്റ് കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയി. വേറൊന്നുമല്ല, ഇത് ഇവിടെ ഏറ്റവും വലിയ മാസായത് ആരാന്നറിയോ? ബിഗ് ബോസിന്റെ BB എഡിറ്ററാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മാസായത്. അതിൻ്റെ ഇടയ്ക്ക് അത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം നടക്കുന്ന ഇടയ്ക്ക് കുറച്ച് കോമഡി ട്യൂണിട്ട് അത് കോമഡി ആക്കി കളഞ്ഞേട്ടോ. സത്യം പറഞ്ഞാൽ ആ ഒരു പ്രൊമോ കണ്ടിട്ട് ഞാൻ ചിരിച്ചിരിച്ച് എൻ്റെ ഊപ്പാട് വന്നുപോയി. ഈ ബിഗ് ബോസ് ടീമിലെ എഡിറ്റർ ഉണ്ടല്ലോ, വേറെ ലെവലാണ്. പുള്ളിക്കാരൻ്റെ എഡിറ്റിങ്ങും ട്രോളിങ്ങും ഒക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പം സ്പൈക്കുട്ടം വന്നിട്ട് അവിടെ നിന്ന് കയറി വരുന്നു, കണ്ണാമ്പി പാട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നു. കയറി വന്നിട്ട് അകത്ത് കയറിപ്പോയി നെവിൻ്റെ കട്ടിലിൻ്റെ അടിയിൽ നിന്ന് മറ്റേ അച്ചാർ ഉപ്പിയൊക്കെ പൊക്കി എടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിനകത്തൊക്കെ ഇവർ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അച്ചാർ ഉപ്പി ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് നൂറയും അതുപോലെ നെവിനും കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് അതെല്ലാം പൊക്കി കൈ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൻ്റെ അവിടെ പോകുന്നുണ്ട്. ഫ്രിഡ്ജിൻ്റെ അവിടെ നിന്നും അച്ചാർ ഉപ്പിയൊക്കെ പൊക്കുന്നുണ്ട്. പിന്നെ ലൈവിനകത്ത് വേറൊരു കാര്യം, ഇന്ന് ആദിലയുടെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ലൈവിനകത്ത് അപ്പോൾ അനുമോളെ അമ്മ വന്ന സമയത്ത് അനുമോൾ അവിടെ ഇല്ലായിരുന്നല്ലോ, ആക്ടിവിറ്റി ഏരിയയിൽ മറ്റേ ഈ ടാസ്ക് ചെയ്യുമായിരുന്നല്ലോ. അപ്പം അവർ അനുമോളെ ഫാമിലി വന്ന സമയത്ത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അനുമോളെ പറ്റിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്തും പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അനീഷ് പറയുന്നുണ്ടായിരുന്നു അനുമോൾ നല്ലൊരു കുടുംബിനിയായിട്ട് മുമ്പോട്ട് പോവും എന്നുള്ളൊരു ഉറപ്പുള്ളൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഇവർ ഗാർഡൻ ഏരിയയിൽ വൈകിട്ടൊരു ഈവനിങ് സമയത്ത് ഗാർഡൻ ഏരിയയിൽ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. എൻട്രി എന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഇരുന്നിട്ടെല്ലാം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് അങ്ങോട്ട് മാറി ദൂരെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ആദിലയും നൂറയും അതുപോലെ ആദിലും നൂറയൊക്കെ എഴുപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ഇരുന്ന് അനുമോളടുത്ത് പറയുന്നുണ്ടായിരുന്നു, അനീഷ് ഇതുപോലെ അനുമോൾ അമ്മ വന്ന സമയത്ത് ഇതുപോലെ അനുമോൾ നല്ലൊരു കുടുംബിനിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അനീഷിനെ നോക്കിയിട്ട് അനീഷ് കേട്ടോ അതൊന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ഇങ്ങനെ ഒരു പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അത് കാണുമ്പോൾ തന്നെ പുള്ളി ഒരു എനിക്ക് തോന്നുന്നു അനീഷ് എല്ലാവരെയും ഒന്ന് മാറിയൊന്ന് ഇപ്പം കുറച്ചുകൂടെ ഒന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അനുമോളടുത്ത് പറയുവാണ്, കിച്ചണിൽ കയറി കുക്ക് ചെയ്ത് തരുന്നതാണോ കുടുംബിനി എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ചോദ്യം എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പിന്നെ അനുമോളെ ഫാമിലി വന്ന സമയത്ത് അനുമോൾക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചണിനകത്ത് ഇനി കിച്ചണിൽ തന്നെ നിൽക്കുന്നത് ശരിയല്ല, കാരണം എപ്പോഴും കിച്ചണിനകത്ത് ഒതുങ്ങിപ്പോകുന്ന പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായി. കാരണം ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, കിച്ചണിനകത്താണ് ഫുള്ള് ഫൈറ്റ് കിടക്കുന്നത്. ഫുൾ അടി കിച്ചണിനകത്താണ്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അടിയാണ് നടക്കുന്നത്. അപ്പം അങ്ങനെ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തായിരുന്നു. കിച്ചണിനകത്ത് നിൽക്കുക, ഇപ്പം ബാക്കിയുള്ളവർക്കും കുക്ക് ചെയ്യാൻ അറിയാലോ, എല്ലാവർക്കും കുക്ക് ചെയ്യാൻ അറിയാലോ, നീ മാത്രം കിച്ചണിൽ ഒതുങ്ങിപ്പോകേണ്ട കാര്യമില്ല, നീ ഇവിടെ എന്തിനാണ് വന്നത്, ഗെയിം കളിക്കാനല്ലേ, അപ്പം നല്ല രീതിയിൽ ഗെയിം കളിച്ച് മുമ്പോട്ട് പോവുക, ഈ കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ആവുന്ന പരിപാടിയൊക്കെ നിർത്തുക, കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുക, പുറത്തിങ്ങനെ അല്ലായിരുന്നല്ലോ, അപ്പം നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ശരിയാണ്, കാരണം എനിക്ക് തോന്നുന്നു കിച്ചണിനകത്ത് കാരണം അനുമോളും ഇപ്പം സ്ഥിരമായിട്ട് അങ്ങോട്ട് എനിക്ക് തോന്നുന്നു 3-4 ആഴ്ചയൊക്കെ അങ്ങോട്ട് ഫുള്ള് കിച്ചണിനകത്തോട്ട് അങ്ങോട്ട് ആയി പോകുന്ന പോലെയാണ് തോന്നുന്നത്. കിച്ചണിനകത്തോട്ട് കയറി അവിടെ പോയി അടിയുണ്ടാക്കുക, വഴക്കുണ്ടാക്കുക. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് കാണുമ്പോഴത്തേക്ക് ജനങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ എപ്പം കിച്ചണിൽ നിന്നാലും അവിടെ വഴക്കാന്നുള്ളൊരു നെഗറ്റീവ് ചിന്ത ഇങ്ങനെ പുറത്തോട്ട് വരും. അപ്പം മാക്സിമം കിച്ചണിൽ നിന്ന് ഒഴിയുന്നതായിരിക്കും നല്ലത്. ഇന്നും ഇന്നലെ തന്നെ അനീഷും അനുമോളുമായിട്ട് നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ മതി, ഡിഗ്രേഡ് ചെയ്യാനെ കൊണ്ട് അതൊക്കെ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ആർമിക്കാരൊക്കെ ഡിഗ്രേഡ് ചെയ്യും. അനുമോൾ എപ്പം കിച്ചണിനകത്ത് വന്നാലും എപ്പോൾ അടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആർമിക്കാരും പി ആർ ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഡിഗ്രേഡ് ചെയ്യാനുള്ള പരിപാടി നടത്തും. പക്ഷെ അവർ പറഞ്ഞു കൊടുത്ത കറക്റ്റ് കാര്യം തന്നെ, എപ്പോഴും കിച്ചണിനകത്ത് അങ്ങനെ ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവരും കുക്ക് ചെയ്യട്ടെ, അവിടെ ആരും അറിയാവുന്നവരല്ലല്ലോ അവിടെ കയറി ഇരുന്നിട്ട് കുക്ക് തിന്നുന്നത്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചൊക്കെയാണ് പഠിക്കുന്നത്. പിന്നെ ഇന്നത്തെ ലൈവിൽ പിന്നെ വേറെ നടന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെയും ജിസേലിൻ്റെയും മിക്കവാറും ഇവർ ബെഡ് മാറി കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ്റെ അമ്മ സൂചനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒറ്റയ്ക്ക് നിന്ന് കളിക്ക് ബെഡ് മാറി കിടക്കാനുള്ള സൂചനയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു.
അതുപോലെ ജിസേലിൻ്റെ അമ്മയും കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ ഇവിടെ എന്ത് കളിയാണ് കളിക്കുന്നത്, നിന്റെ കളി ഒട്ടും കൊള്ളത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങി പോയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരെ ഫാമിലിക്കും ഇവർ തമ്മിലുള്ളൊരു റിലേഷൻ ഒട്ടും ഇഷ്ടമല്ല. കാരണം അത് ഭയങ്കര ഒന്നാമത്തെ കാര്യം വെളിയിൽ ഭയങ്കര നെഗറ്റീവ് ആക്കിയായിരുന്നല്ലോ, അതാണ് മെയിൻ വിഷയം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. See you.